കർണാടകയിലെ കൊല്ലൂരിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന ക്ഷേത്രമാണ് മൂകാംബിക. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനത്തിൽ നിന്ന് എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ട്രെയിൻ അല്ലെങ്കിൽ ബസ് യാത്ര നമുക്ക് നിർദ്ദേശിക്കാം. മൂകാംബിക ക്ഷേത്രം മംഗലാപുരത്ത് നിന്ന് ഏകദേശം 135 കിലോമീറ്റർ അകലെയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലാണ് ഈ പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നു. ഈ പ്രത്യേക ക്ഷേത്രത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. സ്വർണം പൂശിയ ശിഖരങ്ങളും ചെമ്പുമേൽക്കൂരകളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. കർണാടക സംസ്ഥാനത്തെ കുന്ദാപൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആളുകളെ ആകർഷിക്കുന്നു. ഒരിക്കലും വറ്റാത്ത സൗപർണിക നദി മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. മൂകാംബിക ക്ഷേത്ര ചരിത്രമനുസരിച്ച് പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരേയൊരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പരശുരാമൻ ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വലിയ താല്പര്യമുണ്ട്. പാർവതിയെ തമിഴിൽ തായ് മൂകാംബിക എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ക്ഷേത്രത്തിന് എങ്ങനെയാണ് പേര് വന്നതെന്ന് നമുക്ക് ഊഹിക്കാം. തപസ്സിലൂടെ ശക്തി പ്രാപിച്ച കംസാസുരനെ പാർവതി അവിടെ താമസിച്ചിരുന്നപ്പോൾ വധിച്ചു എന്നാണ് ചരിത്രം. വീരഭദ്രൻ, ശിവൻ, ഗണപതി എന്നിവർ ദേവിയെ കംസാസുരനെ മൂകനാക്കാൻ സഹായിച്ചു. അങ്ങനെയാണ് മൂകാസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. മൂക എന്ന അർത്ഥം വരുന്നതിനാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. ഒടുവിൽ പാർവതി തൻ്റെ ചക്രം ഉപയോഗിച്ച് അവനെ വധിച്ചു. ശുക്ര അഷ്ടമി രാത്രിയിലാണ് ഈ സംഭവം നടന്നത്. ഇതിനുശേഷം ദേവി കൊല്ലൂർ മൂകാംബിക എന്നറിയപ്പെട്ടു. ദേവിയുടെ ദിവ്യശക്തിയെ കോലമഹർഷി ലിംഗത്തോടൊപ്പം ആരാധിക്കാൻ തുടങ്ങി. നിങ്ങൾ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലിംഗത്തെ പ്രധാന ദേവതയായി കാണാൻ കഴിയും. ആരാധകർ ഇതിനെ ജ്യോതിർലിംഗം എന്ന് വിളിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ദേവി മൂകാംബിക 4 കൈകളും 3 കണ്ണുകളും വഹിക്കുന്നു. അവളുടെ കൈകളിൽ ദിവ്യമായ ചക്രവും ശംഖുമുണ്ട്. കൊല്ലൂർ മൂകാംബിക ചരിത്രം ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായി പറയപ്പെടുന്നു. ഉന്നത ആത്മീയ നേതാവായ ആദിശങ്കരനിൽ നിന്ന് വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതിക്ക് അങ്ങേയറ്റത്തെ ആരാധന ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ദേവി സരസ്വതി അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥനകൾ അംഗീകരിച്ചു. ആദിശങ്കരൻ ദേവിയോട് തൻ്റെ ആഗ്രഹം പ്രഖ്യാപിച്ചു. ദേവിക്ക് ബഹുമാന്യമായ ഒരു ക്ഷേത്രം ഇല്ലാത്ത കേരളത്തിൽ തൻ്റെ സാന്നിധ്യം സ്ഥാപിക്കണമെന്ന് അപേക്ഷിച്ചു. ആദിശങ്കരൻ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കണമെന്നൊരു വ്യവസ്ഥയിൽ ദേവി സരസ്വതി തൻ്റെ ആഗ്രഹം സ്വീകരിച്ചു. വഴിയിൽ തൻ്റെ സാന്നിധ്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു തവണ പോലും സംശയിക്കാനോ തിരിഞ്ഞു നോക്കാനോ കഴിഞ്ഞില്ല. ഈ അവസ്ഥ പാലിക്കാൻ അദ്ദേഹം പരാജയപ്പെടുന്ന നിമിഷം ദേവി നിർത്തി. ആ നിമിഷം അവൾ എവിടെയായിരിക്കുമെന്ന് കൃത്യമായി തുടരും. എന്നിരുന്നാലും ശങ്കരൻ ആ വ്യവസ്ഥ അംഗീകരിച്ചു. അവർ കൊളജാരി കുന്നുകളിലൂടെ യാത്ര ആരംഭിച്ചു. ശങ്കരൻ വഴി നയിച്ചു. ദേവിയുടെ ചിലമ്പൽ ശബ്ദം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. പെട്ടെന്ന് അവർ നിരവധി ദൂരം നടന്നതിനു ശേഷം ചിലമ്പൽ ശബ്ദം അപ്രത്യക്ഷമായി. കുറച്ചു നേരം കാത്തിരുന്ന ശേഷം ശങ്കരൻ തിരിഞ്ഞു നോക്കി. തന്നെ ശാസനയോടെ നോക്കിയ ദേവിയുടെ ചെറിയ കുറിപ്പെടുത്ത് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ദേവി സരസ്വതി ആ നിമിഷത്തിലും സ്ഥലത്തും നിന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും കൈവിടാതെ ശങ്കരൻ ആ അവസ്ഥ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തി. തന്നോടൊപ്പം വരാൻ നിരന്തരം അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം കണ്ട് ദേവി ഒടുവിൽ വളരെയധികം ആകൃഷ്ടനായി. അദ്ദേഹത്തോടൊപ്പം പോകാൻ സമ്മതിച്ചു. അവൾ രാവിലെ കേരളത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സന്നിഹിതയാവും. ഉച്ചയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തിരിച്ചെത്തുകയും ചെയ്യും. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ വലുതാണ്. ഇനിയും മനസ്സിലാക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. സൗപർണിക നദിയിലെ വെള്ളം പവിത്രമായി കണക്കാക്കുന്നു. കൂടാതെ വിവിധ ശുഭകരമായ ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നു. ഈ നദിയിലെ വെള്ളം പ്രത്യേകിച്ച് പവിത്രവും ശുദ്ധവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു. കൊല്ലൂർ മൂകാംബികയുടെ ക്ഷേത്രത്തിൽ ഒരു ചെറിയ നദിയുടെ ചരിത്രവുമുണ്ട്. സുപർണ എന്ന കഴുകൻ തപസ് ചെയ്ത് ഒടുവിൽ മോക്ഷം നേടിയതായി പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ നദിക്ക് സൗപർണിക എന്ന പേര് ലഭിച്ചത്. ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ മുങ്ങിക്കുളിക്കുന്നത് വളരെ ശുദ്ധകരമായ അനുഭവമാണ്. അത് വളരെ സമ്പന്നവുമാണ്. ക്ഷേത്രത്തിനുള്ളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുന്നത് അനിവാര്യമാണെന്ന് കണക്കാക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ സ്വയംഭൂലിംഗത്തിൻ്റെ പ്രാധാന്യത്തോടെ കൂടുതൽ ശക്തിപ്പെടുന്നു. പരമേശ്വരൻ തൻ്റെ കാൽവിരലിൻ്റെ സഹായത്തോടെ ശ്രീചക്രം വരച്ചതായി കരുതപ്പെടുന്നു. കോലമഹർഷിയുടെ ദീർഘകാലം തപസ്സിൽ ഏർപ്പെട്ടു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച ധ്യാനത്തിൻ്റെ ഉറവിടമാണിത്. ശ്രീചക്ര ബിന്ദുവിന് കൂടുതൽ സ്പഷ്ടമായൊരു രൂപമുണ്ട്. അത് ഉദ്ഭവലിംഗമാണ്. സാധ്യമായ എല്ലാ ദേവന്മാരുടെയും സ്വാധീനം ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ പ്രാധാന്യമുള്ള കാര്യം ദേവി ലിംഗത്തിൻ്റെ സഹായത്തോടെ പരിണമിച്ചു എന്നും ഭക്തരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് ലിംഗത്തിൻ്റെ ഇടതുവശത്തിൽ വിശാലമായൊരു സ്വർണ്ണരേഖയുണ്ട്. മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശിവൻ, ഗണേശൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. പാർവതിയെ ആരാധിക്കുന്ന ഒരേയൊരു ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം മാത്രമാണ്. മൂകാംബിക ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ഏറ്റവും പുണ്യകരമായ ആരാധനത്തിൽ ഒന്നാണ്.
ഇന്ന് ലോകത്തിലെ ഏറ്റവും പുണ്യസിദ്ധി ക്ഷേത്രങ്ങളിൽ ഒന്നായി ക്ഷേത്രം ഉയർന്നു വന്നിട്ടുണ്ട്. ദിവ്യശക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സന്ദർശിക്കാൻ പറ്റിയ ക്ഷേത്രമാണിത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ചരിത്രം തമിഴിൽ ഇൻ്റർനെറ്റിൽ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും.